അവസാനിക്കുമ്പോൾ കണ്ണൂരിലും കൊച്ചിയിലും UDF ആണ് ഭരിച്ചിരുന്നത്. 6-ൽ 2 UDF-ഉം 4 LDF-ഉം. 2020-ൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിലനിൽക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മുൻപ് ഉണ്ടായിട്ടുള്ള കള്ളപ്രചാര വേലകൾ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇടതുപക്ഷത്തിന്റെ വിജയത്തെ കീഴ്മേൽ അട്ടിമറിക്കുന്ന രൂപത്തിൽ സംഘടിതമായ ആക്രമണമാണ് കോൺഗ്രസും ലീഗും BJP-യും ഒത്തുചേർന്ന് രാജ്യത്തുള്ള പത്രമാധ്യമങ്ങളെയും ചാനലുകളെയും കൂട്ടുപിടിച്ച് നടത്തിയത്. കള്ളപ്രചാര വേലകളുടെ മഹാപ്രളയത്തിൽ ഇടതുപക്ഷം ഒലിച്ചുപോകും എന്ന് അവരെല്ലാം സ്വപ്നം കണ്ടു. ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളുടെ സാക്ഷ്യത്തിന്റെ പിൻബലത്തിലാണ് എന്ന് പല തെരഞ്ഞെടുപ്പുകളും തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കൂടുതൽ അരക്കിട്ടുറപ്പിക്കുകയാണ് ചെയ്തത്. സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചും അതിൻ്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ കുറിച്ചും സർക്കാരിലെ അംഗങ്ങളെക്കുറിച്ചുമൊക്കെ എന്തെല്ലാം ഇല്ലാ കഥകളായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ചത്. ചാനലുകളൊക്കെ എത്ര ദിവസം അന്തിച്ചർച്ചകൾ നടത്തി. പത്രങ്ങളൊക്കെ അവരുടെ പ്രസ്സിലെ മുഴുവൻ മഷിയും തീരുന്നത് വരെ കള്ളക്കഥകൾ എഴുതിപ്പിടിപ്പിച്ചു. അവരൊക്കെ എഴുതിയതും പറഞ്ഞതും എന്തായി എന്നുള്ളതിനെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും അവർ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞ അപവാദ പ്രചരണങ്ങൾക്ക് കണക്കില്ലായിരുന്നു. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ റംസാൻ കിറ്റ് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സൗകര്യമൊരുക്കി കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ സാധാരണ അറബികൾ റംസാൻ കാലത്ത് ചെയ്യുന്ന പള്ളികളിലേക്കൊക്കെ നൽകാറുള്ള വിശുദ്ധ ഖുർആൻ വഖഫിന്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ നൽകാൻ സൗകര്യമൊരുക്കി കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ മുതിർന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇല്ലാ കഥകളും കള്ളപ്രചാരവേലകളും അഴിച്ചുവിട്ടില്ലേ? ആ വിവാദം കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് എന്നോടൊരു പത്രപ്രതിനിധി ചോദിച്ചത്, നിങ്ങൾ ഖുർആൻ വിതരണം ചെയ്യാൻ സൗകര്യമൊരുക്കി കൊടുത്തു, ഭഗവത്ഗീത നിങ്ങളുടെ കയ്യിൽ തന്നത് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുമോ? ബൈബിൾ ഒരു ക്രിസ്മസ് കാലത്ത് വിതരണം ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? ഞാൻ അവരോട് പറഞ്ഞത്, അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് ഒരു പുസ്തകം തന്നാലും അത് നിഷേധിക്കാൻ കഴിയില്ല. ഭഗവത്ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനിലെ പോലെ തന്നെ ഞാൻ മഹത് ഗ്രന്ഥമായി കാണുന്ന ഒരാളാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു വചനമുണ്ട്, ആരാണ് ഒരു മുസ്ലിം, ഒരു വിശ്വാസി എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിൽ. ഇന്നല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക, മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കുന്നു,
താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു. ലോകത്ത് വിവിധ മതജന വിഭാഗങ്ങൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന വേദഗ്രന്ഥങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് വിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ ചുമതലയും ബാധ്യതയുമാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ആദ്യമായി ഭഗവത്ഗീതയുടെ താളുകളിലൂടെ കണ്ണോടിച്ചപ്പോൾ എൻ്റെ ദൃഷ്ടിപഥത്തിൽ ഉടക്കി നിന്ന മനോഹരമായ വാക്യങ്ങൾ ഞാൻ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. കുരുക്ഷേത്രയങ്കണത്തിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഒരു സാരോപദേശമുണ്ട്. തൻ്റെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും അപ്പുറത്ത് നിൽക്കെ എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് ശങ്കിച്ചു നിൽക്കുന്ന അർജുനനോടാണ് ധർമ്മത്തിന്റെ സംസ്ഥാപനത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓർമ്മപ്പെടുത്തുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മനം സൃജാമ്യഹം പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദൈവത്തിന്റെ സാമീപ്യസിദ്ധിക്ക് വേണ്ടി വിവിധ മതദർശനങ്ങൾ വരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യരെക്കുറിച്ചും അവർ സഞ്ചരിക്കുന്ന വഴികളെക്കുറിച്ചും ഭഗവത്ഗീതയിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ഹേ യഥാമാം പ്രപത്യന്തേ താം സ്തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. നിങ്ങൾ ദൈവത്തിന്റെ സാമീപ്യസിദ്ധിക്കായി ഏതേത് മതദർശനങ്ങളുടെ വഴികളാണ് സ്വീകരിക്കുന്നതെങ്കിലും ആത്യന്തികമായി നിങ്ങൾ എന്റെ മാർഗത്തിൽ തന്നെയാണുള്ളത്. ഏകസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യ ശാഖാ സമന്വിതാം ലിംഗശ്ചേതി ശിഖാഹീന ഇതി പൈശാച ധർമ്മശ്ച ഭവിഷ്യതി മായാകൃത. അങ്ങനെ നിരവധി ശ്ലോകങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട് ഈ ഉള്ളവൻ. ഏത് വേദഗ്രന്ഥം എന്റെ കയ്യിൽ തന്ന് ഇത് വിതരണം ചെയ്യാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചാലും 101% ആത്മവിശ്വാസത്തോടെ ഞാൻ അത് ഏറ്റെടുക്കും. യാതൊരു സംശയവും തർക്കവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട. എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടല്ലോ, BJP-യുടെ ആളുകൾ, RSSന്റെ ആളുകൾ, നേതാക്കന്മാർ. ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഭഗവത്ഗീതയിലെ എത്ര ഉദ്ധരണികൾ നിങ്ങൾക്കറിയാം? അക്ഷരം തെറ്റാതെ അക്ഷരസ്ഫുടതയോടെ അത് നാട്ടിലെ ജനങ്ങളോട് പറയാൻ നിങ്ങൾക്കാകുമോ, കഴിയുമോ? ആ നിങ്ങളാണോ എന്നോട് ഭഗവത്ഗീതയെ കുറിച്ച് പറയുന്നത്? എന്നെ ഗീതാവചനങ്ങൾ കാണിച്ച് പേടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ ഓരം ചാരി സഞ്ചരിക്കുന്ന ഒരാൾ മതനിരപേക്ഷതയുടെ, മതേതരത്വത്തിന്റെ കാവൽ ഭടനാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കം? എന്തൊക്കെയായിരുന്നു നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടത്? BJP നടത്തിയ കുപ്രചരണങ്ങളിൽ കോൺഗ്രസും ഭാഗഭാക്കായി ലീഗും അണിചേർന്നു. ലീഗിന്റെ ഒരു സംസ്ഥാന നേതാവ് കേരളത്തിന്റെ നിയമസഭയിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയ ആത്മീയ കള്ളക്കടത്തുകാരനാണ് ജലീൽ എന്നാണ്. ആ പറഞ്ഞ വ്യക്തി ഇപ്പൊ എവിടെയാണ്? അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലല്ലോ. എന്തേ പങ്കെടുക്കാതിരുന്നു? എന്നെ അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിച്ച മുസ്ലിം ലീഗിന്റെ 2 MLA-മാർ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ലല്ലോ. എന്തേ? വോട്ടിംഗ് മെഷീൻ കേടായതുകൊണ്ടാണോ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയത്? സ്വർണ്ണ ബിസിനസ് നടത്തിയ ആളുകളെ പറ്റിച്ചു എന്നുള്ളതിന്റെ പേരിൽ, ചതിച്ചു എന്നുള്ളതിന്റെ പേരിൽ ലീഗിന്റെ MLA MC കമറുദ്ദീൻ എത്ര മാസമായി ജയിലറക്കുള്ളിലാണ്? കണ്ണൂർ സെൻട്രൽ ജയിലിൽ കമറുദ്ദീനെ അടച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി ലീഗ് നടത്തിയ പോരാട്ടത്തിൽ ഭാഗഭാക്കായി എന്നുള്ളതിന്റെ പേരിലല്ല MC കമറുദ്ദീൻ
കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നത്. ഇബ്രാഹിം കുഞ്ഞിനെ എന്തിനാണ് ജയിലിന് സമാനമായ ഹോസ്പിറ്റൽ മുറിയിൽ ആഴ്ചകൾ പോലീസ് ബന്ദോബസ്തിൽ താമസിപ്പിച്ചത്? അവിടെ വെച്ച് ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്തത്? പാലാരിവട്ടം പാലം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി കോടികൾ അമുക്കി എന്നുള്ളതിന്റെ പേരിലായിരുന്നു അത് എന്നത് ആർക്കാണ് അറിയാത്തത്? ഇഞ്ചി കൃഷി നടത്തി 6000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പണിത ഒരേ ഒരാളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകൂ. അത് മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ഞാൻ ആത്മീയ കള്ളക്കടത്ത് നടത്തിയെന്ന് അധിക്ഷേപം പറഞ്ഞയാൾ, അയാളിപ്പോൾ എവിടെയാണ്? ജയിലിലേക്കുള്ള വഴിയിലാണ്. തലശ്ശേരി പിന്നിട്ടു. ഏതാനും ദിവസങ്ങളും കൂടി കഴിഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അഴിമതി നടത്തി എന്നുള്ളതിന്റെ പേരിലല്ലേ ലീഗും സമുദായവും പറഞ്ഞ് സുഖിമാന്മാരാവുകയും വലിയ സ്വത്തിന്റെ ഉടമകളായി മാറുകയും ഷെയർ ബിസിനസ് നടത്തി പാവം ലീഗുകാരനെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ലീഗ് നേതാക്കൾ അവസാനിപ്പിക്കണം. രാഷ്ട്രീയ പ്രേരിതമാണ് കേസ് എന്നാണല്ലോ ലീഗ് പറഞ്ഞത്. MC കമറുദ്ദീനെതിരായി പരാതി കൊടുത്ത ആളുകളിൽ ഏതെങ്കിലും ഒരാൾ ഇടതുപക്ഷത്തുള്ളവരുണ്ടോ? CPIM-കാരുണ്ടോ? CPI-ക്കാരുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയിലെ അംഗങ്ങളുണ്ടോ? എല്ലാം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരല്ലേ? എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാരും കൂടിയല്ലേ? സ്വന്തം പാർട്ടിക്കാരെയും സ്വന്തം സമുദായ സംഘടനയിലെ അംഗങ്ങളെയും പറ്റിക്കാനുള്ള മേൽവിലാസമാണോ മുസ്ലിം ലീഗിന്റെ സമുദായ മേലങ്കി? മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് 1967 രണ്ടാം EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായി സ്ഥാനമേറ്റു. ലീഗ് കേരളത്തിൽ ആദ്യം മന്ത്രിയാകുന്നത് സഖാവ് EMS-ന്റെ മന്ത്രിസഭയിലാണ്. CH മുഹമ്മദ് കുരിക്കളും മന്ത്രിമാരായി. അവർക്ക് വലിയ ഒരു സ്വീകരണം കൊടുത്തു വടകരയിൽ. ആ സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് CH പ്രഖ്യാപിച്ചു, ഞങ്ങളെക്കുറിച്ച് കഴിവുകെട്ടവരെന്ന് നാളെ നിങ്ങൾ കേട്ടേക്കാം, ഞങ്ങളെക്കുറിച്ച് യോഗ്യതയില്ലാത്തവർ എന്ന് നാളെ നിങ്ങൾ ഒരുപക്ഷെ അഭിപ്രായങ്ങൾ അറിഞ്ഞേക്കാം. എന്നാൽ ഒരിക്കലും ഞങ്ങളെക്കുറിച്ച് അഴിമതിക്കാരെന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരില്ല. മഹാനായ CH-ന്റെ ആ വാചകങ്ങൾ അറബിക്കടലിന്റെ ആഴിയിലേക്ക് കെട്ടിത്താഴ്ത്തുകയല്ലേ മുസ്ലിം ലീഗിന്റെ പുത്തൻകൂറ്റുകാരായ നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത്? സമുദായവും മതവും ആളുകളെ പറ്റിക്കാനുള്ള കുപ്പായമാണോ? അത് ധരിച്ചാൽ ആരെയും വഞ്ചിക്കാമെന്നാണോ? മുസ്ലിം ലീഗ് ഇത്യാദി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. സ്വന്തം അണികളെ വിശ്വാസത്തിലെടുക്കണം. സ്വന്തം അണികൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ എന്തുമാത്രമാണ് വിശ്വസിക്കുന്നത്? ആ വിശ്വാസത്തിനനുസൃതമായിട്ടുള്ള വിശ്വാസം തിരിച്ചു നൽകാൻ ലീഗിന്റെ നേതാക്കന്മാർക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? വിശ്വാസവും ദീനും മതവും എല്ലാം ആളുകളെ വഞ്ചിക്കുന്നതിനും മറ്റുള്ളവരുടെ കയ്യിൽ കിടക്കുന്ന പണം സ്വന്തം കീശയിലെത്തിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുകയാണല്ലോ ലീഗ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരായി ഒരു നടപടിയെടുക്കാൻ എന്തേ ലീഗിന് സാധിക്കാത്തത്? ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്കെതിരായി എന്തെങ്കിലും ആക്ഷേപങ്ങൾ സാമ്പത്തിക രംഗത്തുണ്ടായാൽ അവരെ മാറ്റി നിർത്തും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. MC കമറുദ്ദീനെതിരായി ഉണ്ടായിട്ടുള്ള അധിക്ഷേപങ്ങളെ മുഖവിലക്കെടുക്കാൻ ലീഗ് തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ലീഗിന്റെ പല നേതാക്കന്മാരും ഇങ്ങനെ ജനങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം ഷെയറായി സ്വീകരിച്ച് നാട്ടിൽ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. 1 ലക്ഷം രൂപക്ക് 5000 രൂപ
ലാഭം തരാമെന്ന് പറഞ്ഞാൽ 5000 രൂപയെ പലിശ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? നിർണിതമായ ലാഭവിഹിതത്തെയാണ് പലിശ എന്ന് പറയുക. ഒരു ബിസിനസ് ആരംഭിക്കുമ്പോ ലാഭമേ ഉണ്ടാകൂ എന്ന് ആരാണ് ഈ നാട്ടിലെ ലീഗുകാരോട് പറഞ്ഞത്? കച്ചവടത്തിൽ ലാഭവും നഷ്ടവും വരാം. ഒരു മാസം ക്ലിപ്തപ്പെടുത്തിയുള്ള ഒരു സംഖ്യ എങ്ങനെ കൊടുക്കും? പലിശ വാങ്ങി തിന്ന് അവസാനം മുതലും പലിശയുമില്ലാത്ത അവസ്ഥയിൽ അത് തന്നവരെ ആക്കി സമുദായത്തിന്റെയും ദീനിന്റെയും പേരും പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാട് ഇനി നടക്കില്ല. അത് നടത്താൻ ലീഗിന്റെ പ്രവർത്തകർ അനുവദിക്കരുത്. അതാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കള്ളപ്രചാരണങ്ങളെ ആളുകൾ പുച്ഛിച്ചു തള്ളിയത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് എന്തൊക്കെയായിരുന്നു ചാനലിൽ ഇരുന്നു കൊണ്ട് അവരുടെ അവതാരകന്മാർ പറഞ്ഞിരുന്നത്? ഖുർആന്റെ കോപ്പി കൊണ്ടുവന്ന വാഹനത്തിന്റെ GPS കേടുവന്നു, NIA GPS ഏറ്റെടുത്തിരിക്കുന്നു. തിരൂരിലേക്ക് വന്ന വാഹനം ബാംഗ്ലൂരിലേക്ക് പോയി, അവിടെ സ്വർണം ഇറക്കിക്കൊടുത്തു. എവിടെ പോയടോ എന്നിട്ട് ഈ ആരോപണങ്ങളൊക്കെ? 3 അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുകയും അന്വേഷിക്കുകയും ചെയ്തില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും ഒരാളുടെ ഒരു രോമത്തിലെങ്കിലും തൊടാൻ അവർക്ക് സാധിച്ചോ? എന്തേ കഴിയാതെ പോയത്? എന്തേ സാധിക്കാതെ പോയത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പത്രങ്ങളും ചാനലുകളും പറയുന്ന പച്ചക്കള്ളങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ വിശ്വസിച്ചു പോകരുത്. കള്ളപ്രചാരവേലകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കണം, അവർക്ക് ഇടതുപക്ഷ ബദലിനെ തകർക്കണം, അവർക്ക് വലിയ പരസ്യങ്ങൾ കൊടുക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികളെ നിലനിർത്തണം, അവർക്ക് BJPക്ക് ഓശാന പാടണം, അവർക്ക് നരേന്ദ്രമോദിയെ മഹാനായി വിശേഷിപ്പിക്കണം. അതിനവർ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ, ഇടതുപക്ഷ സർക്കാരിനെ അപമാനിക്കുകയാണ്, അപമതിക്കുകയാണ്. സഖാവ് പിണറായി വിജയനെ എന്തെല്ലാം ആക്ഷേപ ശരങ്ങൾ കൊണ്ടാണ് ഇവരെല്ലാവരും കൂടി എതിരിട്ടത്. ഏതെങ്കിലും ഒരു ശരം അദ്ദേഹത്തിന്റെ ദേഹത്തേൽപ്പിക്കാൻ, പതിപ്പിക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് സാധ്യമാകാതെ പോയത്? നിയമസഭയിൽ വെച്ച് തന്റെ കൈകൾ ഉയർത്തി തന്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിച്ചു സഖാവ് പിണറായി വിജയൻ. അങ്ങനെ സംസാരിക്കാൻ നെഞ്ചിൽ ആത്മവിശ്വാസത്തിന്റെ കടലിരമ്പമുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. അല്ലാതെ രമേശ് ചെന്നിത്തലക്കും കുഞ്ഞാലിക്കുട്ടിക്കും 1000 കൊല്ലം തപസ്സിരുന്നാലും അങ്ങനെ പറയാനുള്ള ധൈര്യം വരില്ല. ഇടതുപക്ഷ നേതാക്കൾക്കേ അതിന് കഴിയൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഇനിയും ഈ നാട്ടിൽ ഉണ്ടാവണം, ഭരിക്കണം. ഇടതുപക്ഷം തകർന്നാൽ രാജ്യത്ത് അവശേഷിക്കുന്ന മതേതരത്വത്തിന്റെ പച്ചത്തുരുത്താണ് എന്നേക്കുമായി ഇല്ലാതാകാൻ വേണ്ടി പോകുന്നത്. എല്ലാറ്റിനെയും മതവൽക്കരിക്കുകയല്ലേ RSSും BJPയും? ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ പോലും മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ചു നിർത്താനാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഇരമ്പിയപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? സമരം ചെയ്യുന്നവരുടെ വേഷം കണ്ടാൽ അറിയാം, കോലം കണ്ടാൽ അറിയാം ആരാണ് സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന്. ഇന്ത്യയിലെ ഭൂരിപക്ഷ മതസമുദായത്തെ വർഗീയത പറഞ്ഞ് വജ്രം പിച്ചുപ്പിച്ച് നിർത്തി നാട്ടിൽ ചേരിതിരിവുണ്ടാക്കാൻ
രാജ്യം ഭരിക്കുന്ന സർക്കാർ ശ്രമിക്കാൻ പാടുണ്ടോ? കർഷക സമരത്തിന് പോലും അങ്ങനെയുള്ള ചില വ്യാഖ്യാനങ്ങൾ ബിജെപിയുടെ ചില നേതാക്കന്മാർ നൽകാൻ ആരംഭിച്ചിരിക്കുന്നു. പഞ്ചാബികൾ, സിഖുകാർ, അവരുടെ വേഷം, അവരുടെ താടി, അവരുടെ കൃപാണം, ഇതൊക്കെയല്ലേ കൂടുതൽ പ്രാമുഖ്യത്തോടുകൂടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കർഷകർ ഉയർത്തുന്ന പ്രശ്നങ്ങളെ കുറിച്ചല്ല, കർഷകർ ധരിച്ച വേഷത്തെക്കുറിച്ചാണ് RSSും BJPയും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളെ ദുർബലമാക്കിയത് വേഷം പറഞ്ഞുകൊണ്ടാണ്, കോലം പറഞ്ഞുകൊണ്ടാണ്. കർഷക സമരത്തെയും അവർ ഞെക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക സമരക്കാരുടെ വേഷവും അവരുടെ താടിയും അവരുടെ തലപ്പാവും സൂചിപ്പിച്ചുകൊണ്ടാണ്. ഈ നാട്ടിൽ ന്യായമായ കാര്യങ്ങൾക്ക് പോലും ജനങ്ങൾക്ക് സമരം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. സമരം ചെയ്യുന്നവരുടെ മതം നോക്കി, വേഷം നോക്കി, അവരുടെ വിശ്വാസം നോക്കി, അവർക്കെതിരായി ഭൂരിപക്ഷ ജനവിഭാഗത്തെ അണിനിരത്താം എന്ന ഗൂഢമായ ചിന്തയിലാണ് രാജ്യം ഭരിക്കുന്ന BJP ഏർപ്പെട്ടിരിക്കുന്നത്. BJPക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് എല്ലാവരും മുന്നോട്ടു പോകേണ്ട ഘട്ടമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളെ മതേതരത്വം എന്താണെന്ന് പഠിപ്പിച്ചു, മതനിരപേക്ഷത എന്താണെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് RSSനും BJPക്കുമെതിരായി ഇഞ്ചോടിഞ്ച് പൊരുതി നിൽക്കാൻ സഖാക്കൾ തയ്യാറാകുന്നത്. എന്തേ അങ്ങനെ ഒരു തയ്യാറാകൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് കഴിയുന്നില്ല? കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പോലും എന്താണ് മതേതരത്വമെന്നോ, എന്താണ് RSS എന്നോ, എന്താണ് BJPയുടെ പ്രത്യയശാസ്ത്രമെന്നോ അവരുടെ അനുയായികളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാർക്ക് എപ്പോഴും സമ്മേളനങ്ങളാണ്, മീറ്റിങ്ങുകളാണ്, ചർച്ചകളാണ്, തർക്കവിതർക്കങ്ങളാണ്, സംവാദങ്ങളാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് യോഗം കഴിഞ്ഞ സമയമില്ല, മീറ്റിങ്ങുകൾ കരുതിയുള്ള നാളുകളില്ല. കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ അണികളെ അങ്ങനെ യോഗങ്ങൾ വിളിച്ചുകൂട്ടി, മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും, എന്താണ് RSS എന്നും, എന്താണ് BJP എന്നും, എന്താണ് മതേതരത്വമെന്നും, എന്താണ് വർഗീയതയെന്നും, എന്താണ് മതനിരപേക്ഷതയെന്നും, എന്താണ് മതമൗലികവാദമെന്നും പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവർ നടത്തിയ ധീരമായ ആ ഇടപെടലുകളാണ് കേരളത്തെ ഇപ്പോഴും മതനിരപേക്ഷതയുടെ ഒരു പച്ചത്തുരുത്താക്കി അവശേഷിപ്പിച്ച് നിർത്തുന്നത് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. കോൺഗ്രസ് ഒരു സന്ദർഭത്തിലും കോൺഗ്രസിന്റെ അണികളെ ഇവയൊന്നും പഠിപ്പിച്ചില്ല, ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ആളുകൾ വിചാരിക്കുന്നു, കോൺഗ്രസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് BJP. അവർ കോൺഗ്രസിനും BJPക്കും ഇടയിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. ഒരു ബദൽ രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് കോൺഗ്രസുകാരെ കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അത് കരുതുന്ന കോൺഗ്രസുകാർക്കല്ല, അവരെ അങ്ങനെ കരുതുന്ന മാനസികാവസ്ഥയിലേക്ക് വഴി നടത്തിയ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം കോൺഗ്രസ് കലർപ്പില്ലാത്ത മതേതരത്വത്തെ എപ്പോഴെങ്കിലും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ടോ? എന്നെങ്കിലും? തികഞ്ഞ ഭൗതികവാദിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. മഹാഭൂരിപക്ഷം ഇന്ത്യയിൽ ഹിന്ദുമത വിശ്വാസികളായിരുന്ന കാലത്ത് മുസ്ലിങ്ങൾ ഇസ്ലാമിനോട് വല്ലാത്ത കൂറ് വെച്ചു പുലർത്തിയിരുന്ന കാലത്ത് ക്രൈസ്തവർ ക്രൈസ്തവ ദർശനങ്ങളോട് ആത്മബന്ധം പുലർത്തിയിരുന്ന സമയത്ത് നീണ്ട 17 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിലിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഒരു മതത്തിലും വിശ്വാസമുണ്ടായിരുന്നില്ല. അദ്ദേഹം തികഞ്ഞ ഒരു ഭൗതികവാദിയായിരുന്നു. ബക്രാൻ അങ്കൽ എന്നീ 2 അണക്കെട്ടുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് നെഹ്റു പറയുന്നത്, ലോകത്താർക്കെങ്കിലും ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാം,
ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. ദിസ് ഈസ് ദി സാങ്ക്ടം സാങ്ക്ടോറം ഓഫ് ഇന്ത്യ. ഇതാണ് രാജ്യത്തിന്റെ ശ്രീകോവിൽ. ഇവിടെയാണ് ഇന്ത്യയുടെ ദൈവം കുടികൊള്ളുന്നത്. ലക്ഷോപലക്ഷം ഹെക്ടർ ഭൂമിയെ കാർഷിക സമൃദ്ധമാക്കാൻ ഉതകുന്ന 2 അണക്കെട്ടുകളെ ചൂണ്ടിയാണ് നെഹ്റു അങ്ങനെ പ്രഖ്യാപിച്ചത്. കോടിക്കണക്കിന് മനുഷ്യർക്ക് ദാഹജലം പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന 2 അണക്കെട്ടുകളെ സാക്ഷിയാക്കിയാണ് നെഹ്റു അത്തരം ഒരു പ്രസ്താവന നടത്തിയത്. ആ നെഹ്റു എവിടെ? നെഹ്റുവിന്റെ പേരക്കുട്ടി എന്ന് പറയപ്പെടുന്ന രാഹുൽ ഗാന്ധി എവിടെ? പ്രിയങ്ക ഗാന്ധി എവിടെ? BJP ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമ്പോ കോൺഗ്രസ് മറ്റൊരു ക്ഷേത്രത്തിന്റെ നടയിൽ നിന്ന് അവരുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. BJP ഗംഗാ നദിയിലെ വെള്ളം ഉപയോഗിച്ച് അതിന്റെ വിശുദ്ധിയെ സംബന്ധിച്ച് സംസാരിച്ച് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമ്പോ പ്രിയങ്ക ഗാന്ധി ആ വിശുദ്ധ നദിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രചാരണ പരിപാടികൾക്ക് സമാരംഭം കുറിക്കുന്നു. 2 പാർട്ടിയും തമ്മിൽ എന്തു വ്യത്യാസം? ഇത് കാണുന്ന കോൺഗ്രസിന്റെ അണികൾ എന്ത് മനസ്സിലാക്കും? അവർ എങ്ങനെ ചിന്തിക്കും? സ്വാഭാവികമായും അവർ ചിന്തിക്കും, BJP അല്ലേ എങ്കിൽ കോൺഗ്രസിനേക്കാൾ മെച്ചം. രണ്ടും കെട്ട ഒരു നിലപാട് സ്വീകരിക്കുന്നതിലും നല്ലത് BJP സ്വീകരിക്കുന്ന നിലപാടിന്റെ കൂടെ നിൽക്കലല്ലേ? അങ്ങനെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ചിന്തിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളുകളുടെ കുത്തൊഴുക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ച വാർഡുകളിൽ UDFന് കോൺഗ്രസിന് കിട്ടിയ വോട്ടുകൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. BJP ജയിച്ച എല്ലാ ഡിവിഷനുകളിലും കോൺഗ്രസ് 4 അക്കം തികച്ചിട്ടില്ല. 5000-ഉം 6000-ഉം വോട്ടുള്ള ഒരു ഡിവിഷനിൽ 4 അക്കം തികച്ചിട്ടില്ല കോൺഗ്രസിന്റെ വോട്ടുകൾ പ്രളയം പോലെയാണ് BJPയിലേക്ക് ഒഴുകിപ്പോയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ O രാജഗോപാൽ നേമത്ത് നിന്ന് സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പൈസ കിട്ടിയില്ല, കെട്ടിവെച്ച പണം കിട്ടിയില്ല കോൺഗ്രസിന്. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ നാട്ടിൽ ഉള്ളതുകൊണ്ട് RSSന്റെ BJPയുടെ തേരോട്ടം തടഞ്ഞു നിർത്തുകയും പ്രതിരോധിച്ചു നിർത്തുകയും ചെയ്യും. പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. ഈ രാജ്യത്തുള്ള ഒരു ജനവിഭാഗത്തെ ആട്ടിയോടിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. തൽക്കാലം കോവിഡ് വന്നതുകൊണ്ട് അതിന്റെ ആവിഷ്കരണം നിർത്തിവെച്ചു. പ്രയോഗവൽക്കരണം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. വാക്സിനേഷൻ കഴിഞ്ഞാലുടൻ അത് തുടങ്ങും എന്നാണ് അമിത് ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ നിയമം രാജ്യത്ത് കൊണ്ടുവന്നപ്പോ അതിനെതിരായി ആരാണ് ശബ്ദിച്ചത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്, ആ നിയമം കേരളത്തിൽ നടപ്പിലാവില്ല, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളായ ഒരാളെയും ആട്ടിയോടിക്കുവാനോ ബഹിഷ്കരിക്കുവാനോ അവരെ പുറത്താക്കുവാനോ തയ്യാറല്ല. അവരും ഞങ്ങളും തമ്മിലുള്ള ബന്ധം അഭേദ്യമായ ആത്മബന്ധമാണ്. ആ ബന്ധം മുറിക്കാൻ ആര് പറഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സില്ല. അതിനെതിരായി പ്രമേയം പാസാക്കി, ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. മതാടിസ്ഥാനത്തിലുള്ള സെൻസസിനെ എതിർത്തു. ഇത് ചെയ്യാൻ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ സർക്കാർ തയ്യാറായോ? മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നപ്പോ ലീഗും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു. എണ്ണം കുറച്ചാണെങ്കിൽ പോലും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു ഇടതുപക്ഷത്തിന്റെ MP-മാർ അതിനെതിരായി വോട്ട് രേഖപ്പെടുത്താൻ. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ
അടിസ്ഥാനപരമായി ഒരു ജനവിഭാഗത്തിന്റെ അസ്തിത്വം നിഷേധിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഒരു കാലത്തും അതിന് മുന്നോട്ട് വന്നിട്ടുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലനിൽപ്പാണ് ഈ നാടിന്റെ മതേതരത്വത്തിന്റെ ഗ്യാരണ്ടി, മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടി. ഇടതുപക്ഷ സർക്കാർ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. അതിന് കിട്ടിയ അംഗീകാരമാണ് കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഐതിഹാസികമായ വിജയം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഒരു സംശയവും ആ കാര്യത്തിൽ ആർക്കും ഉണ്ടാകേണ്ട. കാരണം അത്ര കണ്ട് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിയത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ കേവലം 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. അന്ന് 32 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് ഈ 600 രൂപ കൊടുത്തിരുന്നത്. അതും കൊടുക്കാതെ 19 മാസം കുടിശ്ശികയാക്കിയാണ് UDF സർക്കാർ ഇറങ്ങിപ്പോയത്. LDF ഗവൺമെന്റാണ് 19 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തത്. 600 രൂപ 1000 രൂപയാക്കി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. അത് പിന്നെ 1400 ആക്കി, പിന്നെ അത് 1500 ആക്കി വർദ്ധിപ്പിച്ചു. ഇന്നലെ ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിൽ ക്ഷേമ പെൻഷൻ 1600 രൂപയാക്കിയിരിക്കുന്നു. മാസാമാസം 1600 രൂപയാണ് നിങ്ങളുടെ കൈകളിലെത്തുന്നത്. 32 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ UDFന്റെ കാലത്ത് നൽകിയിരുന്നത് എങ്കിൽ LDFന്റെ കാലത്ത് 1600 രൂപ കിട്ടാൻ വേണ്ടി പോകുന്നത് 60,31,000 ആളുകൾക്കാണ്. അവരിൽ മഹാഭൂരിഭാഗവും വയോജനങ്ങളാണ്. നമ്മളുടെ വല്ലിപ്പമാർ, നമ്മളുടെ ഉപ്പാപ്പമാർ, നമ്മളുടെ മുത്തച്ഛന്മാർ, നമ്മളുടെ അമ്മൂമ്മമാര്, അമ്മമാര്, ഉമ്മമാര്, നമ്മളുടെ പിതാക്കന്മാർ, അവർക്കാണ് ക്ഷേമ പെൻഷൻ കിട്ടുന്നത്. ജീവിതത്തിന്റെ സിംഹഭാഗവും അധ്വാനിച്ച് നടുവൊടിഞ്ഞവരാണവർ. അവസാനത്തെ നാഡിയും തളർന്ന് നമ്മളുടെ വീടുകളുടെ വരാന്തകളിൽ അവരിയ്പുണ്ട്. അവരുടെ കിടപ്പ് മുറികളിൽ അവർ മൃതപ്രായരായി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വരുമാനമില്ല അവരുടെ കയ്യിൽ. അവർക്ക് കിട്ടാൻ വാടകയില്ല. അവർക്ക് ലഭിക്കാൻ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായവും ഇല്ല. നമ്മളുടെ മാതാപിതാക്കളിൽ വലിയൊരു ശതമാനത്തിനും ഉള്ളത്. അവരുടെ കൈകളിലേക്കാണ് 1500ഉം 1600ഉം മരിച്ചു പോകും. നമ്മളങ്ങനെ ഒഴുകിപ്പോകും. അതൊക്കെയായിരുന്നില്ലേ നമ്മളുടെ ആലോചന? കോവിഡ് എന്ന മഹാമാരി നഗ്ന താണ്ഡവം നടത്തി ഭീകരമായി അത് നമ്മളുടെ മുന്നിലേക്ക് ഇരച്ചിരച്ചു വന്നപ്പോ പ്രതിരോധിച്ചു നിർത്താൻ കേരളത്തിൽ നമ്മളുടെ സർക്കാരിന്റെ ആശുപത്രി സംവിധാനങ്ങളും ആരോഗ്യ സംവിധാനങ്ങളുമല്ലേ ഉണ്ടായുള്ളൂ? ലക്ഷക്കണക്കിന് രൂപയല്ലേ മറ്റു പല സംസ്ഥാനങ്ങളിലും കോവിഡ് വന്ന ആളുകൾക്ക് രോഗമുക്തി കിട്ടാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരുന്നത്? 10,000-കണക്കിന് ആളുകൾക്ക് നമ്മളുടെ സംസ്ഥാനത്ത് കോവിഡ് വന്നു. അവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ ആർക്കെങ്കിലും 10 പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ക്വാറന്റൈൻ സെന്ററുകൾ ഉണ്ടാക്കി, CFLTC സെന്ററുകൾ ഉണ്ടാക്കി, ആഴ്ചകളും മാസങ്ങളും അതിൽ താമസിച്ചു. സർക്കാർ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയില്ലേ? സർക്കാർ നിങ്ങൾക്ക് അവിടെ കിടന്നുറങ്ങാനുള്ള സൗകര്യം ഒരുക്കി തന്നില്ലേ? കോവിഡ് ബാധിച്ചു എന്നറിയുമ്പോൾ സ്വന്തം ബന്ധുക്കളും സ്വന്തം രക്തബന്ധമുള്ളവരും നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും അകന്നു നിൽക്കുകയും ചെയ്തപ്പോ നിങ്ങളുടെ അടുത്ത് കിറ്റുകൾ ധരിച്ച് നമ്മളുടെ ആരോഗ്യ സംവിധാനത്തിന്റെ ആരോഗ്യ പ്രവർത്തകർ എത്തിയില്ലേ? നമ്മളുടെ ഡോക്ടർമാർ വന്നില്ലേ? നമ്മളുടെ നഴ്സുമാർ നിങ്ങളെ പരിചരിച്ചുകൊണ്ടേ ഇരുന്നില്ലേ? ഒരു സ്വകാര്യ ആശുപത്രിയുടെയും പിൻബലമില്ലാതെ, പിന്തുണയില്ലാതെ കോവിഡ് എന്ന മഹാമാരിയെ നമ്മൾ പ്രതിരോധിച്ചു നിർത്തി. ആ നിലയിലേക്ക് നമ്മളുടെ ആരോഗ്യ സംവിധാനത്തെ ഈ സർക്കാർ ഉയർത്തിയില്ലേ, വളർത്തിയില്ലേ? ആ ഗവൺമെന്റിനല്ലാതെ നിങ്ങൾ മറ്റേതൊരു സർക്കാരിനാണ്
വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. എന്തായിരുന്നു നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളുടെ അവസ്ഥ? UDF ഭരിച്ചിരുന്ന സമയത്ത് 4.5 ലക്ഷം കുട്ടികളാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ പോയി ചേർന്നത്. ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളും തകർന്നടിഞ്ഞ ക്ലാസ് റൂമുകളും വൃത്തിഹീനമായ ചുറ്റുപാടുകളും കൊണ്ട് നമ്മളുടെ സർക്കാർ സ്കൂളുകൾ വേറിട്ട് നിന്നപ്പോ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ തഴച്ചു വളർന്നു. നമ്മളൊക്കെ നമ്മളുടെ മക്കളെ പൊട്ടിപ്പൊളിഞ്ഞു വീഴാൻ പോകുന്ന സർക്കാർ സ്കൂളുകളിലേക്ക് പറഞ്ഞയച്ചില്ല. നല്ല മനോഹരമായ സുന്ദരമായ കെട്ടിടങ്ങളുള്ള ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് അയച്ചു. സർക്കാർ വിദ്യാലയങ്ങൾ കുട്ടികളുടെ എണ്ണക്കുറവ് മൂലം പൂട്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. UDF കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർത്ത് തരിപ്പണമാക്കി. അവിടെ നിന്ന് അതിനെ ഒരു കുഞ്ഞിനെ പോലെ മാറോടണച്ചു വെച്ച് കഴിഞ്ഞ 4 വർഷം കൊണ്ട് നമ്മളുടെ സർക്കാർ വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഈ സർക്കാർ എത്തിച്ചില്ലേ? നിങ്ങൾ പോയി നോക്കൂ. നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിൽ അവിടുത്തെ കെട്ടിടങ്ങളുടെ മനോഹാരിത ഒരു അൺഎയ്ഡഡ് സ്കൂളിന്റെ കെട്ടിടത്തിനുമില്ല. അവിടെയുള്ള എത്ര സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരു സ്വകാര്യ സ്കൂളിലും ഇല്ല. 6.5 ലക്ഷം കുട്ടികളാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ തിരിച്ചെത്തിയത്. UDF ഭരിക്കുമ്പോ വിദ്യാർത്ഥികളുടെ എണ്ണക്കുറവ് മൂലം ഗവൺമെന്റ് സ്കൂളുകളായിരുന്നു പൂട്ടപ്പെട്ടിരുന്നത് എങ്കിൽ LDF ഭരിക്കുമ്പോ കുട്ടികളുടെ എണ്ണക്കുറവ് മൂലം പൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വാശ്രയ അൺഎയ്ഡഡ് സ്കൂളുകളാണ്. ഇതാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം. വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് നമ്മളുടെ കുട്ടികളെ മുഴുവൻ തീരെഴുതി കൊടുക്കുകയായിരുന്നില്ലേ UDF? LDF ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എത്ര ഗംഭീരമായിട്ടാണ് നമ്മളുടെ സർക്കാർ വിദ്യാലയങ്ങളെ കുറ്റമറ്റതാക്കിയത്. ഇങ്ങനെ നാനാതുറകളിലും വികസനം. 4-5 കൊല്ലം മുമ്പ് നമ്മളുടെ നാട്ടിൽ എത്രയോ ഏക്കർ ഭൂമിയായിരുന്നു തരിശായി കിടന്നിരുന്നത്. നിങ്ങൾ ഈ റോഡുകളുടെ ഓരങ്ങളിലൊക്കെയുള്ള കൃഷിസ്ഥലത്തിലൂടെ ഇന്നൊന്ന് കണ്ണോടിച്ചു നോക്കൂ. UDF ഭരിക്കുമ്പോൾ തരിശായി കിടന്നിരുന്ന ഭൂമികൾ LDF ഭരിക്കുമ്പോൾ പച്ചപ്പ് വന്നിരിക്കുന്നു. നെൽകൃഷി കൊണ്ട് സമൃദ്ധമാകുന്നു. പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. നാടിന്റെ കാർഷിക വിളകൾ പരിരക്ഷിക്കപ്പെടുന്നു. കാർഷിക രംഗത്തും വലിയ വിപ്ലവങ്ങൾ ഉണ്ടായില്ലേ? ഏത് രംഗത്താണ് വികസനവും പുരോഗതിയും എത്തി നോക്കാത്തതായിട്ടുള്ളത്? ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 2.5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തില്ലേ? അവരെ അവിടെ താമസിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തിയില്ലേ? മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നോ ഭവന പദ്ധതികൾ? ആളുകൾക്ക് 50,000 കൊടുക്കും, 1 ലക്ഷം കൊടുക്കും, 1.5 ലക്ഷം കൊടുക്കും. അതുകൊണ്ട് വേണമെങ്കിൽ വീട് കയറ്റാം, അല്ലെങ്കിൽ വീട് കയറ്റണ്ട. ഈ സർക്കാർ നമ്മളുടെ രാജ്യത്ത് ഏറ്റവും അധികം വീട് വെക്കാനുള്ള പണം നൽകി 4 ലക്ഷം രൂപ. അത് നൽകുക മാത്രമല്ല, ആ പണം കൊണ്ട് വീട് വെച്ചോ എന്ന് ഉറപ്പുവരുത്തി ഓരോരുത്തരെയും അവരുടെ വീട്ടിൽ പാർപ്പിച്ചു. അങ്ങനെ 2.5 ലക്ഷത്തിലധികം വീടുകൾ നമ്മളുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉണ്ടാക്കി കൊടുത്തു. ഇനിയും 1.5 ലക്ഷം വീടുകൾ ഉണ്ടാക്കി കൊടുക്കും എന്ന് പുതിയ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏത് സമുദായ വിഭാഗത്തിനാണ് കോട്ടവും നഷ്ടവും ഈ സർക്കാരിന്റെ കാലത്ത് വന്നത്? എല്ലാവരും ഒരുപോലെയല്ലേ പരിഗണിക്കപ്പെട്ടത്? എല്ലാ ജാതി മതസ്ഥരും പിന്നോക്ക ജനവിഭാഗവും ഒരേ മാനദണ്ഡം വെച്ച് അളക്കപ്പെടുന്ന ഒരു നാൾ അത് ഇടതുപക്ഷം ഭരിക്കുന്ന കാലയളവാണ്. വികസനത്തിന്റെ നിലാവെളിച്ചം കടന്നു ചെല്ലാത്ത കേരളത്തിന്റെ മുക്കുമൂലകളുണ്ടോ? UDF ഭരിക്കുമ്പോ സമുദായം നോക്കിയല്ലേ വികസന ഫണ്ട് പോലും അനുവദിക്കാറ്? പാർട്ടി നോക്കിയല്ലേ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാറ്? ഈ ഗവൺമെന്റ് അല്ലേ അതിനൊക്കെ ചരമക്കുറിപ്പ് എഴുതിയത്?
ഈ സർക്കാരല്ലേ അതിനൊക്കെ അന്ത്യം കുറിച്ചത്. ഇടതുപക്ഷത്തെ അല്ലാതെ മറ്റേത് പക്ഷത്തെയാണ് ഈ നാട്ടിൽ നിങ്ങൾ അധികാരത്തിലേറ്റുക? ആ തിരിച്ചറിവാണ് UDF-ന്റെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താഴക്കോട് പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം സമ്മാനിച്ചത്. സഖാവ് പിണറായി വിജയന്റെ